ഓക്കെ. നേരത്തെ നമ്മൾ കോയിൻസിഡന്റ് പറഞ്ഞു, പാരലൽ പറഞ്ഞു, കോൺസെൻട്രിക് പറഞ്ഞു. ഇനി മേറ്റിൽ വരുന്ന വേറൊന്നാണ് നമുക്ക് ടാൻജന്റ് എന്ന് പറയും. ടാൻജന്റ് മേറ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഇതിൻ്റെ തന്നെ ഒരു കോപ്പി ഉണ്ടാക്കുക. ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഒരു കോപ്പി എടുത്തു. ഓക്കെ. ഇനി അതെ ഈ ഫേസും ഞാൻ ഈ ഫേസും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേറ്റിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ടാൻജന്റ് ബൈ ഡിഫോൾട്ട് ടാൻജന്റേ വരുള്ളൂ. കാരണം അത് ആ രണ്ട് ഫേസുകൾ തമ്മിൽ വേറൊരു മേറ്റിനും പോസിബിൾ അല്ല. ഇവിടെ നമുക്ക് ഒരു അലൈൻമെൻറ്റും ആൻറ്റി അലൈൻമെൻറ്റും ഉണ്ട്. അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പുറത്തേക്ക് വരും. ഈ ഒരു ടോപ്പിൽ നിന്ന് നോക്കി നമുക്ക് മനസ്സിലാവും ഇങ്ങോട്ട് വരും. ഈ ഫേസും ഈ ഫേസും തമ്മിൽ ഇപ്പോൾ ടാൻജൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് ടാൻജന്റ് മേറ്റ്. പിന്നെ നമുക്ക് വരുന്നതാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ഡിസ്റ്റൻസിന് വേണ്ടി ഞാൻ ഇതിൻ്റെ തന്നെ ഒരു കോപ്പി ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യണേ. ഇതിൻ്റെ തന്നെ ഒരു കോപ്പി വീണ്ടും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ക്ലോസ്ഡ് ആയിരിക്കണം. എന്നാലാണ് നമുക്ക് കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മേറ്റിനകത്ത് പോയി ഞാൻ കോൺസെൻട്രിക് സെലക്ട് ചെയ്ത് ദി ഫേസും സെലക്ട് ചെയ്തു. ഓക്കെ, ആ രണ്ട് ഫേസുകൾ തമ്മിൽ കോൺസെൻട്രിക് ആയി എന്ന് വെച്ചാലും നമുക്ക് അതിനെ പിടിച്ച് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, രണ്ട് ഫേസും കോൺസെൻട്രിക് ആണെന്നല്ലേ ഉള്ളൂ, അലൈൻ വേറെ കണ്ടീഷൻ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മാത്രം ഫോളോ ചെയ്ത് കോൺസെൻട്രിക് ആയിട്ട് ഇന്ന് നമുക്ക് പിടിച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മേറ്റിനകത്ത് നമുക്ക് ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു മേറ്റ് ഉണ്ട്. ഡിസ്റ്റൻസ് മേറ്റിനകത്ത് ഞാനിപ്പം ദി ഫേസും ഞാൻ പറഞ്ഞു കൊടുക്കാതിരിക്കട്ടെ. ആ ഫേസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഒരു 21 ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുത്തത്. ഇവിടെ ഒരു ഫ്ലിപ്പ് ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ 21 അകത്തേക്ക് വരും. ഇവിടെയും നമുക്ക് അലൈൻമെൻറ്റും ആൻറ്റി അലൈൻമെൻറ്റും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതാണ് മേറ്റിനകത്തെ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് വരുന്നത് ആംഗിൾ എന്ന് പറഞ്ഞൊരു മേറ്റ് ഉണ്ട്. ആംഗിൾ മേറ്റ് കാണിക്കാൻ വേണ്ടി ഞാനിപ്പം ഈ കമ്പോണൻസിനൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുകയാണേ. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ട്രെയിൻ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക്, ഹൈഡ് കമ്പോണൻസ്. ഓക്കെ, ആ കമ്പോണൻസിനൊക്കെ ഹൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ തന്നെ ഒരു കോപ്പി ഞാൻ ഉണ്ടാക്കുവാണേ. കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കോപ്പി ഉണ്ടാക്കി ഈ ഒരു എഡ്ജും തമ്മിൽ ഒരു കോയിൻസിഡൻറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഈ വെർട്ടെക്സ് പോയിന്റും തമ്മിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് വെർട്ടെക്സ് പോയിന്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു കോയിൻസിഡൻറ്റ് കൊടുക്കാം. കോയിൻസിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മോഷൻസ് ഞാൻ അലൗഡ് ആണല്ലോ. അപ്പം ആ രണ്ട് ഫേസുകൾ തമ്മിൽ നമുക്കൊരു സ്പെസിഫിക് ഒരു ആംഗിൾ കൊടുക്കണമെങ്കിൽ ഇവിടെ മേറ്റിനകത്ത് നമുക്ക് ഇവിടെ ആംഗിൾ മേറ്റ് ഉണ്ട്. നമുക്ക് വേണ്ട ആംഗിൾ പറയുക, ഈ ഫേസ് പറയുക. ആ ഫേസ് തമ്മിൽ ഇപ്പോൾ ഒരു ആംഗിൾ എടുത്തിട്ടുണ്ട് 30 ഡിഗ്രി. പക്ഷേ അത് എടുത്തേക്കുന്നത് ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമാണ് 30 ഡിഗ്രി ആയിട്ട് എടുത്തേക്കുന്നത്. അതാണ് അവർ പോസിറ്റീവ് ഡിഗ്രി ആയിട്ട് എടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്ലിപ്പ് ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. ഇപ്പം ഈ ഫേസിൻ്റെ എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് മൂന്ന് തമ്മിൽ 50 ഡിഗ്രി വരും. ഇവിടെ മേറ്റ് അലൈൻമെൻറ്റ് ആൻറ്റി അലൈൻമെൻറ്റ് കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പം ഈ മേറ്റ് അലൈൻമെൻറ്റും ഫ്ലിപ്പ് ഡയമെൻഷനും ആ കോമ്പിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു 30 ഡിഗ്രി വരും. ഓക്കെ, ഇതാണ് ആംഗിൾ മേറ്റ്. പിന്നെ നമുക്ക് ലോക്ക് എന്ന് പറയുന്ന ഒരു മേറ്റ് ഉണ്ട്. ഈ ലോക്ക് മേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കമ്പോണൻറ്റുകൾ തമ്മിൽ ഒരു ടൈപ്പ് ഇപ്പോൾ ഇവിടെ ഞാൻ ഇത്രയും മേറ്റുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. രണ്ട് കമ്പോണൻറ്റുകൾ തമ്മിൽ ഒരു ടൈപ്പ് റിലേഷനും കൊടുക്കാതെ തന്നെ, ഇപ്പോൾ ഈ രണ്ട് കമ്പോണൻറ്റുകൾ തമ്മിൽ ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്തു. ഈ രണ്ട് കമ്പോണൻറ്റുകൾ തമ്മിൽ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പും കൊടുക്കാതെ തന്നെ നമുക്ക് അത് തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലോക്ക് എന്ന് പറയുന്ന ഐറ്റം ഉപയോഗിക്കാം. ലോക്ക് എടുത്ത് ഇത് സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കി ലോക്ക് പൊസിഷൻ ഇതിനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മാറും. ഓരോ ഡ്രാഗ്, കാരണം ഇത് രണ്ട് തമ്മിലുള്ള പൊസിഷൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുക. അതാണ് ലോക്ക് എന്ന് പറയുന്നൊരു മേറ്റ്. ഇത്രയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മേറ്റിനകത്ത് വരുന്നത്.
ഇത്ര ഒന്ന് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലെ തന്നെ ജോമെട്രി വരയ്ക്കണമെന്നില്ല, ഇഷ്ടമുള്ള ജോമെട്രി വേണമെങ്കിൽ വരയ്ക്കാം. പിന്നെ ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ തന്നെ ചെയ്യണമെന്നില്ല, ബോട്ടം അപ്പ് അപ്രോച്ച് ആണെങ്കിലും ചെയ്ത് നോക്കാം. ഇനി ഇതുകൊണ്ട് വേറെ പാർട്ടുകൾ എങ്ങനെ ചെയ്യുന്നെന്നുള്ളത് വേറെ സെപ്പറേറ്റ് വീഡിയോ അയക്കാം.